ഹായ്! നമ്മളൊരു ചെറിയ യാത്ര പോവാനായിട്ട് ഇറങ്ങിയതാണ് ട്ടോ. നമ്മള് പോണത് എവിടേക്കാന്ന് വെച്ചാല് പഴനിക്കാണ് ട്ടോ നമ്മള് പോണത്. കുറേ നാളായിട്ടുള്ള അമ്മയുടെ ഒരു ആഗ്രഹമാണ് പഴനിക്ക് പോണംന്ന്. എന്നാ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു. നമ്മള് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ളതാണ്. നമ്മുടെ പാറുക്കുട്ടിക്ക് തല മൊട്ടയടിക്കാനായിട്ടാണ് നമ്മൾ അവസാനമായിട്ട് പഴനിക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ഒന്ന് പോവാനുള്ള സമയം ഒത്തു വന്നത്. അപ്പൊ നമ്മള് രാവിലത്തേക്കുള്ള ഫുഡ് മാത്രം നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ട്ടാ. അത് നമ്മളുടെ ഈ ഏരിയയൊക്കെ അങ്ങോട്ട് കടക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഇവിടുന്നേലൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞ കാരണം നമ്മൾ പിന്നെ കൈപ്പിടിച്ചില്ല. പക്ഷെ നമ്മള് ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ട് ട്ടാ. കിഴക്കോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫുഡിന്റെ കാര്യം ഇത്തിരി അവതാളത്തിലാണ്. നമുക്ക് അവരുടെ ഭക്ഷണവും ചിലപ്പോ പിടിച്ചൊന്നും വരില്ല. അപ്പൊ നമ്മൾ എപ്പോ പോവാണെങ്കിലും എവിടെ യാത്ര പോവാണെങ്കിലും നമ്മൾ ഇത്തിരി ചോറും കുറച്ച് കറിയും കൈപ്പിടിക്കും ട്ടാ. ഇപ്പൊ നമ്മൾക്ക് രാവിലത്തേക്ക് കഴിക്കാൻ കിട്ടിയത് പൊറോട്ടയും കുറുമക്കറിയൊക്കെയാണ് ട്ടോ. നമ്മളുടെ ഇവിടെ നമ്മുടെ ഈ ഏരിയയിലൊക്കെയാണ് ഞാൻ മസാല ദോശയൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് അവിടുന്ന് പോന്നു. വണ്ടിയിൽ കേറിയപ്പോ തൊട്ടുള്ള ഉറക്കാണ്. ഫുഡ് അടിച്ച് പിന്നെയും ഒരു ഉറക്കം കഴിഞ്ഞ് അങ്ങനെ ദേ നമ്മളിവിടെ എത്തി. വണ്ടിയിൽ കേറി കഴിഞ്ഞാ പിന്നെ നമ്മുടെ കാര്യം പറയണ്ട. നല്ല ഉറക്കായിരിക്കും. അതിന് ഏട്ടന്റേന്ന് എനിക്ക് എപ്പോഴും വഴക്ക് കേൾക്കാറുണ്ട്. അങ്ങനെ നമ്മള് പഴനിയിലെത്തി. അവിടെ എത്തിയപ്പോ നമ്മളുടെ ആദ്യത്തെ പഴനിയൊന്നല്ല ട്ടോ. ഭയങ്കര പുരോഗമനായി. അവിടെ ചെന്നപ്പോ നമ്മുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റിയിട്ടാ. മൊബൈൽ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് പറഞ്ഞപ്പോ തന്നെ പിന്നെ നമ്മൾക്ക് വീഡിയോ ഒന്നും എടുക്കല് നടക്കില്ലാന്ന് മനസ്സിലായി. വലിയ ലോങ് വീഡിയോ ആക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ പിന്നെ നമ്മള് ഷോർട്ട് വീഡിയോ ആക്കി മാറ്റിയിട്ടാ. അങ്ങനെ നമ്മള് തൊഴുതിറങ്ങി. നമ്മള് നടന്ന് കേറുകയാണ് ചെയ്തത് ട്ടാ. പിന്നെ നമ്മള് തിരിച്ചിറങ്ങി വരുമ്പോ ട്രെയിനില് പോന്നു ട്ടാ. നമ്മള് തിരിച്ചു വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ട്ടോ. നമ്മള് രാവിലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് നടന്നിട്ടാണ് മല ചുറ്റി പോയിട്ടാണ് ട്ടോ നമ്മള് കണ്ടത് ഭഗവാനെ. പക്ഷെ തിരിച്ചു വന്നപ്പോ നമ്മള് ദേ ഈ വണ്ടിയിൽ കേറിയിട്ടാണ് ട്ടോ പോന്നത്. ഇതില് കേറി നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ മലയുടെ ചുറ്റിൽ എവിടെ വേണേലും ഇറങ്ങാം. പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തോടത്ത് അതിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. വലിയ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും അടിപൊളി യാത്രയായിരുന്നു ട്ടോ. നമ്മള് തിരിച്ചു വരുമ്പോ നമ്മള് കൊണ്ടുവന്നിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. നമ്മള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചോറും, മോരുകറിയും, അച്ചാറ്, പപ്പടമൊക്കെ ആയിരുന്നു ട്ടാ. എത്രയൊക്കെ ഭക്ഷണം നമ്മള് പുറത്തുനിന്ന് കഴിച്ചാലും നമ്മളുടെ വീട്ടിലത്തെ ഊണ് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.